ഞാൻ മനോജത്തോട് എങ്ങനെയാണ് ശരിക്കും പെരുമാറുന്നത്? മനോജനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ശരിക്കും ഒരു അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ പ്രവൃത്തികളും സംസാരങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് പറ്റിയ ഒരു അച്ഛനാണ്. അച്ഛനല്ല, എന്നെ ഉപദേശിക്കാനും എന്നെ വഴി നടത്താനും എൻ്റെ സംശയങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും തുറന്നു പറയാൻ പറ്റിയ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് എനിക്ക് അച്ഛനെ കാണണം എന്ന് ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരച്ഛന്മാരോടും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അച്ഛനെ കാണണം ഓർക്കണ്ട. അപ്പോൾ അച്ഛൻ പറഞ്ഞ് തൃപ്പൂണിത്തുറ വരണം എന്ന് പറഞ്ഞ് തൃപ്പൂണിത്തുറ ഞാൻ അവിടെ ഉണ്ടാവും, 2 മണിക്ക് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി 2 മണിക്ക് ഉണ്ടാകുമ്പോൾ അച്ഛനോട് മീറ്റിങ്ങിലായിരിക്കുന്നത്. മീറ്റിങ്ങിൽ കണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് അച്ഛനോട് സംസാരിക്കാൻ പറ്റില്ല. സമൂഹത്തിന് മുന്നിലാണെങ്കിൽ ശരി, എവിടെ ശരിക്കും എനിക്ക് അതായത് കെട്ടിപ്പിടിച്ചൊരു സംസാരം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് അങ്ങനെ പറ്റില്ല, എനിക്ക് അച്ഛനോട് എങ്ങനെ ഒരു 2 മണിക്കൂറെങ്കിലും അച്ഛനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം അച്ഛൻ്റെ ഫ്രീ ആയിട്ട് സമയത്ത് എനിക്ക് മതി എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞ് കഴിഞ്ഞ് വയറ്റിലേലി ഇന്ന സ്ഥലത്ത് വന്നാൽ മതി, നമ്മളോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന മാത്രമേ ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ച് എൻ്റെ അമ്മയുടെ മകൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മ പ്രസവിച്ച മകൻ എന്ന രീതിയിലാണ് ഞാൻ അച്ഛനെ കണ്ടതും ഷെയ്ക്കാൻ്റെ കൊടുത്തതും. ഞാൻ ശ്രുതി പറഞ്ഞില്ല അച്ഛനോട്, അല്ലേ? ഇനി അങ്ങനെ ഫ്രീ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ പറയുന്നത്, അതായത് ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പം ഒരു മതത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു അച്ഛൻ മതം വിട്ട് പോന്നു എന്ന് പറയുമ്പോൾ മതവിശ്വാസികൾ അച്ഛന് വേറെ രീതിയിൽ കാണുള്ളൂ. ഞാൻ വീട്ടിൽ ഞാനിങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ പള്ളിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛന്മാരെക്കുറിച്ച് ഇങ്ങനെ അവർ കുറ്റങ്ങൾ പറയുന്ന അവർ പറയും. അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, നീ നോക്കിക്കോ, ഇപ്പോൾ 2025 2050 ആകുമ്പോൾ നമ്മുടെ ഇവിടെ ഒരൊറ്റ പള്ളി പോലും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞതാണ്. കാരണം പള്ളിയിൽ നിന്നൊക്കെ ശരിക്കും ആളുകൾ വിട്ടുകൊണ്ട് ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അവിടെ അച്ഛൻ പറഞ്ഞ വീട് പോലെയുള്ള അച്ഛന്മാർ ഉയരാൻ ശരിക്കും പറഞ്ഞാണെങ്കിൽ, ഇപ്പോൾ നായികമ്മച്ചനൊക്കെ ശരി നല്ലൊരാളാണ്, പക്ഷെ അദ്ദേഹമൊക്കെ മതത്തിൻ്റെ ലേബിൽ വെച്ച് സംസാരിക്കണത് അദ്ദേഹത്തിന് അറിയാം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അപ്പോഴും മതത്തിൻ്റെ ലേബിൽ വെച്ച് അത് സംസാരിക്കും. മലക്കളത്തിൽ വെച്ചിട്ട് ഒരുപാട് ശരി കുമ്പസാരിപ്പിക്കുന്ന കാര്യം മലക്കളത്തിൽ കുമ്പസാരിപ്പിക്കാറില്ല. പക്ഷെ എങ്കിലും അവർ ഈ മതത്തിൻ്റെ കെട്ടിലെ കിടക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് അവിടെ മാനസാന്തരമൊക്കെ വന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. അങ്ങേയറ്റം നമ്മുടെ അരവിന്ദാക്ഷമേനോനെന്ന് പറയുന്ന ഒരു ഹൈന്ദവ ചേട്ടനൊക്കെ അറിയാം. ചേട്ടനൊക്കെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഏക ദൈവം പിതാവ് ദൈവമാണ്, അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തു ആണെന്ന് ശരിക്കും ലോകത്തോട് വെളിപ്പെടുത്തി കൊടുത്തത്. അതായത് ജന്മന ക്രിസ്ത്യാനികളാണെന്ന് വിശ്വസിക്കുന്ന അവരിൽ പോലും ഇദ്ദേഹം ഒരു സാക്ഷ്യമായി മാറി. അദ്ദേഹം അക്രൈസ്തവനാണ്. അപ്പോഴും ഈ ഇതിനകത്ത് കിടക്കുന്ന ആളുകൾക്കൊരു മാറ്റം വന്നിട്ടില്ല. ഈ വെളിപ്പാട് ഇവർക്ക് കിട്ടുന്നില്ല, അദ്ദേഹത്തിന് കിട്ടി. അത് ലോകത്തോട് വിളിച്ചു പറയാനുള്ള മനോധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ ആകണം എന്ന് പറഞ്ഞാൽ, അതുപോലെ നമ്മുടെ ജോസഫ് മാരിയോ മുസ്ലിം സഹോദരൻ ഇങ്ങോട്ട് വന്നു. അദ്ദേഹം ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് മൂല്യമാണ്. അത് എപ്പോഴും ശരി ക്രൈസ്റ്റിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. അപ്പം അതുപോലെ അത്രയും അത് അവരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ വിശ്വാസം മറ്റു മതവിശ്വാസമാണെങ്കിൽ പോലും അവരെ വിളിച്ച ദൈവത്തിൻ്റെതായ ഒരു നിലപാട് ശക്തമാണ്. അത് സത്യദൈവമാണ് ശരിക്കും. ഇതുപോലെ നമ്മുടെ അച്ഛന്മാരും ആകുകയാണെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഈ ഭൂമി തന്നെയാണ് സ്വർഗം. ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഹിന്ദുവല്ല, മുസ്ലിമുമല്ല, ക്രിസ്ത്യാനിയുമല്ല, എല്ലാ മനുഷ്യരുടെയും പിതാവാണ് അദ്ദേഹമെന്നും നമ്മളെല്ലാവരും മക്കളാണെന്ന് പറഞ്ഞ ആ ഒരു ഏകത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തിന് പള്ളി, ഇവിടെ എന്തിന് മോസ്ക്, ഇവിടെ എന്തിന് അമ്പലം? ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ അമ്പലം, ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ മന്ദിരം. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ആ ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ഒരു മാനുഷിക നിർമ്മിതമായ കെട്ടിടത്തിൽ പോയിട്ടല്ല. ഇന്നലെ നമ്മൾ വായിച്ച പോലെ റോമൻ ലേഖനം വായിച്ചില്ല, അതായത് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ്. ഇന്നിപ്പം മതങ്ങൾ ഞാനൊക്കെ വിചാരിച്ചൊരു കാലഘട്ടം, അതിപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വിചാരിച്ചു, അതായത് ദൈവം ഇവിടെ, ദൈവം പള്ളിയിലാണ്.
ദൈവം പള്ളിയിലാണ്. ഞാൻ എപ്പോഴും കളിയാക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ പള്ളിയിൽ ഈ സക്രാരി കൊടുത്തിരിക്കുന്ന നമ്മുടെ ഒരു കൊന്തയൊക്കെ ബിസിനസ് ചെയ്യുന്നൊരു പെണ്ണ് ശരിക്കാണ് അന്ന്. അതിൻ്റെ വില 36,000 രൂപയാണ്. 36,000 രൂപയുടെ ബോക്സിനകത്തല്ല ദൈവം. ഞാൻ പറയും 36,000 രൂപയുടെ ഒരു പെട്ടിക്കകത്തിരിക്കുന്നതല്ല നമ്മുടെ ദൈവം. പിന്നെ ഗോതമ്പ് പൊടി വെള്ളത്തിലിട്ട് അപ്പം ചുട്ട് ആളുകളുടെ വായിൽ വെച്ച് കൊടുക്കുന്നതല്ല യേശു എന്ന് പറയുമ്പോൾ ഇവരെന്നെ പുച്ഛിക്കുകയാണ്. ശരിക്കും പറഞ്ഞു ഇവരെന്നെ പുച്ഛിക്കുകയാണ്. ഞാനത് പറയും അങ്ങനെയല്ലേ ശരിക്കും പറഞ്ഞു. ഒരു അപ്പകഷ്ണത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല അത്. എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. ഞാനിത് പറയുമ്പോൾ ഇള്ളുകളി ശരിക്കും ഇങ്ങനെ എന്നെ ഏറെ രീതിയിൽ കാണുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു പ്രയാസം എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരാൾ അന്വേഷിച്ച് ദൈവം ഞാനിത് എൻ്റെ കാര്യങ്ങൾ ശരിയാണോ, എനിക്ക് നീ തന്ന വെളിപ്പെടുത്തലുകൾ ശരിയാണോ, ഇത് ഒരു സ്ഥിരീകരിച്ച ഒരാൾ എനിക്ക് വേണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാമല്ലോ. തീർച്ചയായിട്ടും പോവാം. നമുക്ക് ആകെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ ഭാര്യ, അവളെക്കുറിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ സമൂഹം ഒട്ടും പ്രശ്നമില്ല. സമൂഹം അതിന് ഇങ്ങനെ അച്ഛനെ പോലെ ഇപ്പം ഞാൻ പറയും അച്ഛനെ പോലെ ആൾ, അത് ഡാനിയച്ചനെ പോലെ ഒരാൾ, ശക്തനായ ഒരാൾ ആധികാരികമായിട്ട് പറയാണ്ട് ഞാൻ എപ്പോഴും കാണുന്ന ഒരു പൗലോസിനെ പോലെയാണ് ശരിക്കും പറയുന്നത്. കാരണം പൗലോസ് എന്ന് പറഞ്ഞ ആൾ ശരിക്കും മതത്തിൻ്റെ മെയിൻ ആളായിരുന്നു. യേശുവിനെ പുള്ളി കണ്ടിട്ടില്ല, യേശുവിനൊരു ബന്ധമില്ല. പക്ഷെ ആത്മാവിൽ ശരിക്കും പറഞ്ഞാൽ യേശു ഒരു ചെറിയ തോണ്ടി കഴിഞ്ഞപ്പോഴാണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ വ്യത്യാസം. അപ്പം അതുപോലുള്ള ആളുകളായിരിക്കണം. അച്ഛൻ്റെ വീട്ടിൽ കണ്ട്, അതായത് ജീസസ് ക്രൈസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ പൗലോസ് കണ്ടു, പിന്നെ മനോജ്. അടുത്ത വീഡിയോക്കകത്ത് എനിക്ക് അത് കുറച്ചുകൂടി കഴിയട്ടെ. അച്ഛൻ പറയാൻ ശരിക്കും ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അടക്കപ്പെട്ടിരിക്കണേ. ഇപ്പം ഇന്നലെ എനിക്കൊരു വെളിപ്പെടുത്തി കിട്ടി. അതായത് നീ അനേകർക്ക് പിതാവായി പിതാവാകും. ആയെന്നുള്ളതല്ല, ആക്കും എന്നുള്ളതല്ല, ആകും. അപ്പം ഞാൻ മനസ്സിലാക്കാൻ അച്ഛനൊരു കാര്യം പറഞ്ഞു, ഇപ്പം ഞാൻ അടക്കപ്പെട്ടിരിക്കണേ, ഇനി ഞാൻ ഉയർത്തെഴുന്നേൽക്കണം. ഈ ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് എനിക്ക് മക്കളെ തരിക, പിതാവിൻ്റെ സ്ഥാനം വരിക. അപ്പം അതെനിക്ക് നടക്കണം, ഉറപ്പായിട്ട് നടക്കും. ഇതാണ് ശരിക്കും. അതായത് നമുക്ക് എന്താ ഈ ലാസറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ ശരിക്കും പറഞ്ഞ ഒരു ഫ്രീഡം കിട്ടുന്നത്. മറ്റേ യേശുവിനെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവമാണ്, അയ്യോ അങ്ങനെ ഒരു രീതിയാണ് ശരിക്കും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ കൂടെ ഞാനിപ്പോൾ യേശുവിൻ്റെ കൂടെയാണ്, യേശു എൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ഒരു കൂട്ടുകാരൻ, ഒരു നമ്മളെ ഗൈഡ് ചെയ്യുന്നൊരു കൂട്ടുകാരൻ. ഇപ്പം അച്ഛനെ പോലെ ശരിക്കും ഒരാളായിട്ടാണ് ഞാൻ ശരിക്കും എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നത്. എൻ്റെ കൂടെ തന്നെയുണ്ട് ശരിക്കും. പാട്ടിലൊക്കെ അതുണ്ട്, പക്ഷെ നമ്മൾ അർത്ഥങ്ങളൊന്നും ഗ്രഹിക്കാത്തതാണ്. നല്ല സഖിയാണ് അവൻ. നല്ല സഖി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനാണ്. അതെ. അപ്പോൾ ചിലർ ഈ പാട്ടുകൾ എഴുതിയ ചിലർക്കൊക്കെ അത് വെളിപ്പെട്ട് കിട്ടി. പക്ഷെ ആ പാട്ടുകൾ പാടുന്ന വ്യക്തികൾക്ക് അർത്ഥമറിയാതെ, അതിനകത്തുള്ള സത്യം അറിയാതെ, ആശയം അറിയാതെ അവർ വെറുതെ പാടുന്നു മാത്രം. പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പാട്ടുകാരനാണെന്ന് മറ്റുള്ളവർ ധരിക്കണം, അല്ലേ? ഞാനൊരു പാട്ടുകാരനാണെന്ന് മറ്റുള്ളവർ ധരിക്കണം. പക്ഷെ ഈ പാട്ട് എനിക്ക് ആസ്വദിക്കാനാണെന്ന് ഞാൻ മനസ്സിലാക്കണില്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. പള്ളിക്കാർ പാട്ട് പാടുന്നു, കൊയർ പാട്ട് പാടുമ്പോൾ അവർ പാടുന്നത് ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ല. സോ പള്ളിയിൽ ഒരു പാട്ട് പാടുമ്പോൾ എന്തിനാ 4, 5, 6 പ്രാക്ടീസ്? എന്തിനാണ് ഈ പ്രാക്ടീസ്? ആരെ ബോധ്യപ്പെടുത്താനോ? ദൈവത്തെ ബോധ്യപ്പെടുത്താനോ? പ്രാക്ടീസ് എടുക്കുന്നത് മനുഷ്യന് വിളങ്ങേണ്ടുന്നതിനാണ്. മനുഷ്യൻ അവർ നന്നായിട്ട് പാടി, ഈ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയാണ് അവർ പ്രാക്ടീസ് എടുക്കുന്നത്. സോ ഈ ചർച്ചിലെ കൊയറുകളെല്ലാം നിലനിൽക്കുന്നത് മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്, ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടോ അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അല്ല ഈ പാട്ടുകളൊന്നും ഇന്ന് നിലനിൽക്കുന്നത്. സോ പാട്ട് പാടുമ്പം അങ്ങ് അതിനകത്ത് ലയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ സ്വരം എന്തോ ആകട്ടെ, ആ സ്വരത്തിലല്ല കാര്യം. താളം എന്തോ ആകട്ടെ, അതിലല്ല കാര്യം. അങ്ങനെ പാടിയിട്ടേ കാര്യവും. ഞാൻ ആസ്വദിക്കണം, എന്നിൽ ആസ്വാദനം ഉണ്ടാണ്. ആ പാട്ട് ശരിക്കും ഞാൻ പാടിക്കഴിയുമ്പോൾ എന്നിൽ ഒരു പരിവർത്തനം. ഇപ്പം എനിക്ക് പറഞ്ഞ ദൈവത്തെ മറന്നു ജീവിക്കരുത് കുഞ്ഞ് എന്നുള്ളൊക്കെ പാട്ട് ശരിക്കും പറഞ്ഞാൽ
ഭയങ്കര അർത്ഥവത്തായ പാട്ടാണ്. നമ്മുടെ ജീവിതം ദൈവത്തെ മറന്ന് ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കണേണ്. കാരണം ഇത് ശരിക്കും ഈ എൻ്റെ ഈ പാട്ടുകളിൽ മറ്റുള്ളവർ ശരിക്കും പറഞ്ഞാൽ എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ടുകാരനാക്കണം, അംഗീകരിക്കണം എന്നുള്ള രീതിയിലാണ് ആ പാട്ട് പറഞ്ഞത്. പക്ഷെ ഞാനിത് മനസ്സിലാക്കുന്നില്ല. ദൈവത്തെ മറന്ന് ജീവിക്കരുത് കുഞ്ഞ് എന്ന് എന്നോട് തന്നെയാണ് ഈ പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിനകത്ത് CSI ബംഗാലൂരാണ് എൻ്റെ മാതൃസഭ. ആ സഭയ്ക്കകത്ത് സെൽവാനോസ് ഡീക്കൻ എന്ന് പറഞ്ഞൊരു അപ്പാപ്പനുണ്ടായിരുന്നു. നല്ല വയസ്സായി. എനിക്ക് തോന്നുന്നു എനിക്ക് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു 75 വയസ്സിന് മേലെ ഉണ്ട്. അപ്പോൾ പള്ളിയിൽ പാട്ട് പാടാനായിട്ട് ഇത്രാമത്തെ പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് കൊയർ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഇദ്ദേഹം പാട്ട് തുടങ്ങും. മൈക്ക് വെച്ച് കൊയർ പാടുന്നതിനേക്കാൾ വോളിയത്തിനകത്ത് ഇദ്ദേഹം ബാക്കിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ സൗണ്ട് അത്രയും ഉച്ചത്തിൽ കേൾക്കും. ഇത് കണ്ടാണ് ഞാൻ വളരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊയറിലെ ചേട്ടന്മാരെല്ലാം കൂടെ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു, ഇദ്ദേഹത്തിനെ കൊണ്ട് വാതുറപ്പിക്കരുത്, ഇദ്ദേഹം പാടുമ്പോൾ കൊയറിനേക്കാളും ഉച്ചത്തിൽ പാടാതെ താത്തി പാടണമെന്ന് ഇദ്ദേഹത്തെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് അവർ കമ്മിറ്റിയിൽ തീരുമാനമെടുത്ത് അച്ഛൻ്റെ ആഭിമുഖ്യത്തിൽ ഇദ്ദേഹത്തിനെ വിളിപ്പിച്ച് ഇദ്ദേഹത്തിന് താക്കീത് കൊടുത്തു, മേലാൽ വാതുറന്ന് പാടരുത്. അങ്ങനെയുണ്ട്. ദൈവം കൊടുത്ത കഴിവാണ് ശരിക്കും അദ്ദേഹത്തിന്. അതൊരു പ്രാക്ടീസ് ആരും പഠിപ്പിച്ചതല്ല. ശരി, അങ്ങനെ പാടുമ്പോൾ ചിലപ്പോൾ താളം കാണില്ല, ചിലപ്പോൾ വേറെ സംഗതികളൊന്നും കാണത്തില്ല. പക്ഷെ അദ്ദേഹം പാടുന്ന ഹൃദയം കൊണ്ടാണ്. ഇതാണ് വേണ്ടത്. പക്ഷെ പള്ളിക്കാരെന്താക്കി മാറ്റി അതിനെ? അവരെ താളത്തിനും മേളത്തിലും തുള്ളുന്ന വ്യക്തികളാക്കി ഇവർ നിൽക്കണമെന്നുള്ള രീതിയിൽ അവരതിനെ മാറ്റി. അതാണ് പൈശാചികം. ഒരു വ്യക്തിയെ ആത്മാവിൽ സന്തോഷിക്കാൻ അനുവദിക്കാതെ ആ വ്യക്തിയെ തളച്ചിടുന്ന കൊയറെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ഈ മനുഷ്യരിൽ നിന്നുള്ള ചിന്തകളാണ്. അതിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിനെ പൊട്ടിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൗത്യം. എല്ലാവരും ഈ സ്നേഹത്തിലേക്ക് വരിക, വളരുക, ഈ കൂട്ടായ്മയിലേക്ക് വരിക. യേശു എന്ന ഒരു ദൈവത്തിൻ്റെതായ ഒരു വിശ്വാസവും സ്വഭാവവും വളർത്തിയെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, അച്ഛൻ പറഞ്ഞ പോലെ, മഹാത്മാഗാന്ധിക്ക് കിട്ടിയതുപോലെ തന്നെ, യേശുവിന് കിട്ടിയതുപോലെ തന്നെ ഇങ്ങനെ ഇറങ്ങുന്നവർക്ക് കിട്ടും. കിട്ടിക്കോട്ടെ. വരും വരായികകൾ നോക്കി അയ്യോ എനിക്കത് വരുമല്ലോ എന്നുള്ള ആധിയിൽ ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. വരുന്നത് വരട്ടെ, നല്ലതാണെങ്കിലും തീയതാണെങ്കിലും വരുന്നത് വരട്ടെ. ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധം കൊണ്ട് ആ തീവ്രതയിൽ നിൽക്കുമ്പോൾ എനിക്ക് വരും വരായികളെക്കുറിച്ച് എനിക്ക് ഭയമില്ല. വന്നാലും എനിക്ക് വിഷയമല്ല. എനിക്ക് ഈ ബന്ധത്തിനകത്താണ് തീവ്രത. അതുകൊണ്ട് എനിക്ക് നാളെ കഷ്ടം വരുമെന്നോ, എന്നെ ആർക്കെങ്കിലും കല്ലെറിയുമെന്നോ, എന്നെ കുറ്റം വിധിക്കുമെന്നോ, എന്നെ തൂക്കിക്കൊല്ലുമെന്നോ പേടിച്ച് ആ പേടിയിൽ ഞാൻ ഇന്ന് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ വിളിച്ചതിൻ്റെ എന്താ അർത്ഥം? അതാണ് എന്നെ വിളിച്ച് വിശ്വസ്തനെന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ത് സംഭവിക്കും, എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും, എൻ്റെ കൊച്ചിന് എന്ത് സംഭവിക്കും, എൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കും, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്നെ വിളിച്ചത് അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും അദ്ദേഹം ശക്തനാണ്. അദ്ദേഹം പറയുന്ന കാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കൂ. അവിടെ എൻ്റെ ഹിതം പോലും അല്ല. യേശുവിൻ്റെ മനോഭാവം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ ആകണം. അത് കൂടുതൽ നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് പോയാൽ മാത്രമേ നമുക്കത് മനസ്സിലാകാനും. ഈ 15 വർഷം കൊണ്ട് ഞാൻ ഈ രീതിയിൽ ജീവിച്ചിട്ട് എനിക്കോ എൻ്റെ കുഞ്ഞിനോ എൻ്റെ കുടുംബത്തിനോ ഇതുവരെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ദോഷം വന്നിട്ടില്ല.